نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏതു സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പാഠങ്ങളാണ് കഴിഞ്ഞ ഖുത്ബകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. തൗഹീദിന്റെയും തവക്കുലിന്റെയും പാഠമാണ് ഇബ്രാഹിം നബിയിൽ നിന്ന് ഇസ്മായിൽ നബിയിൽ നിന്നെല്ലാം പഠിക്കാനുള്ളത് എന്ന് പ്രധാനമായും നമ്മൾ ഗ്രഹിച്ചു. അതിൽ ഇബ്രാഹിം നബിയുടെ മാതൃക നാം സൂചിപ്പിച്ചു. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന ആ പ്രയോഗം, മുസ്ലിം എന്ന പേര് തന്നെയും ആ സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കി. അല്ലാഹുവും റസൂലും ഒരു കാര്യം നമ്മെ അറിയിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ആലോചിക്കാതെ അതിനെ സ്വീകരിക്കുക, അതിന് പൂർണ്ണ മനസ്സോടെ വഴിപ്പെടുക, സമർപ്പിക്കുക എന്ന് തന്നെയാണ് ഈമാനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന ഭാഗം. എന്നാൽ എന്നും കാപ്പട്യമുള്ള ആളുകൾ, ഈമാനിൽ പോരായ്മയുള്ള ആളുകളൊക്കെ പൂർണ്ണമായ സമർപ്പണത്തിന് തയ്യാറാവാറില്ല.
അല്ലാഹും റസൂലും പഠിപ്പിച്ചാലും ശരി, നമുക്ക് അനുകൂലമാണെങ്കിൽ, നമുക്കതുകൊണ്ട് നേട്ടമുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുകയും നമുക്ക് ദോഷകരമാണ് എങ്കിൽ, ചില നഷ്ടങ്ങൾക്ക് നിമിത്തമാകുമെങ്കിൽ എത്ര വലിയ ആയത്തും ഹദീസും കണ്ടാലും ശരി സ്വീകരിക്കാതെ തിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നത് കാപ്പട്യത്തിന് നിഫാഖിന്റെ ലക്ഷണമായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. പടച്ച റബ്ബും അവന്റെ റസൂലും പഠിപ്പിച്ചൊരു കാര്യം, അത് സത്യമാണ്, അതാണ് സത്യമെന്ന ബോധ്യമാണ് നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ടത്. അഷ്ഹദു എന്നാണ് നമ്മുടെ ഷഹാദത്ത്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്നാണ്. അല്ലാഹു അല്ലാതെ ഇലാഹി ഇല്ല, ഞാൻ സാക്ഷിയാണതിന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂലാണ്, ഞാൻ സാക്ഷിയാണ്. ഇത് കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല. സാക്ഷിയാണ് എന്നത് ജീവിതം കൊണ്ടാണ് സാക്ഷിയാകുന്നത്. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമായി പ്രഖ്യാപിക്കണമെന്നാണല്ലോ ഷഹാദത്തിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ പഠിച്ച പാഠം. ഈമാൻ പൂർത്തിയാകണമെങ്കിൽ അവിടെ ഖൽബിനും നാവിനും അവയവങ്ങൾക്കും ഒരുപോലെ സ്ഥാനമുണ്ട്. തസ്ദീഖും ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തലാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. വഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അതും ഈമാന്റെ ഭാഗമാണ്. വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് അമലായി മാറുകയും വേണം. ഇത് മൂന്നും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് അഹ്ലുസുന്ന അതിനെ പരിചയപ്പെടുത്തിയത്. നാവ് കൊണ്ട് മാത്രമുള്ള പറച്ചിലിനെ ഈമാനായി അംഗീകരിക്കാൻ കഴിയില്ല. അമലുകൾ അതിന് വിരുദ്ധമാണ് എങ്കിൽ അത് കേവലം ബാഹ്യമായ പ്രഖ്യാപനം മാത്രമായി, കാപ്പട്യമായിട്ടാണ് കണക്കാക്കപ്പെടുക. ഖൽബിൽ ബോധ്യം വേണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അവയവങ്ങൾ കൊണ്ട് അമലായി മാറുകയും വേണം. അതാണ് ശരിയായ ഇസ്ലാം, സമർപ്പണമെന്നത്. അല്ലാഹു തആല പറഞ്ഞാൽ, അവന്റെ റസൂൽ പറഞ്ഞാൽ സത്യമാണത്, എനിക്കത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അതിന്റെ തത്വം എന്താണ്, രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ആ സത്യത്തെ അംഗീകരിക്കുക, അതിന് വിധേയമാവുക. എനിക്കൊരു പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയാത്തത് എന്റെ കുറവ് കൊണ്ടാണ്, എന്റെ പോരായ്മ കൊണ്ടാണ് എന്ന് തിരിച്ചറിയലാണ് വിശ്വാസിയുടെ മാതൃക. അതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്തു കാണിച്ച ഏറ്റവും വലിയ മാതൃകയും. അള്ളാഹു എന്ത് ആവശ്യപ്പെട്ടാലും എന്തിനാ റബ്ബി നീ അങ്ങനെ ആവശ്യപ്പെടുക എന്ന ചോദ്യം പോലും ഇല്ല, അതേപടി പ്രാവർത്തികമാക്കുന്നു. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ 2-3 ഖുതുബകളിലായിക്കൊണ്ട്. മകനെ അറുക്കണമെന്ന് കൽപ്പിച്ചു, അപ്പടി അംഗീകരിക്കാൻ തയ്യാറാകുന്നു. ഭാര്യയെയും മകനെയും അങ്ങകലെ ഇറാഖിൽ നിന്ന് മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് കൽപ്പനയുണ്ടായി, അത് അതേപടി പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നു. എന്തിനും തയ്യാറായ അഗ്നി പരീക്ഷ നമ്മളൊക്കെ പറയാറുണ്ട് എങ്കിലും സാക്ഷാൽ അഗ്നി പരീക്ഷയ്ക്ക് വിധേയനായിട്ട് കൂടി ലവലേശം കുലുങ്ങാതെ ഇന്നി രാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബിലേക്ക് ഞാൻ പോകുന്നു, ആ റബ്ബിലേക്ക് മാർഗം കാണിച്ചു തരുമെന്ന് പ്രഖ്യാപിക്കുന്ന, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കുന്ന ആ ബോധ്യമാണ് സമർപ്പണത്തിന് അടിസ്ഥാനമായി വേണ്ടത്. അതല്ലെങ്കിൽ പല ആയത്തുകളും പല ഹദീസുകളും നമുക്ക് പ്രശ്നമായി തോന്നാം. എന്താണ് ഇപ്പൊ ആയത്ത് അങ്ങനെ, എന്താ ഈ ഹദീസ് ഇങ്ങനെ? ആരെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് നമുക്ക് പക്ഷെ നൽകും, ഹദീസിലുണ്ടല്ലോ, ഇത് ബുഖാരിയുള്ളതാണല്ലോ, ഇത് ഖുർആന്റെ ആയത്താണല്ലോ, അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴേക്കോ അങ്ങനെയുണ്ടോ? എന്നാ പിന്നെ ആലോചിക്കട്ടെ, എന്തെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ച് ഈമാൻ തെറ്റേണ്ടവരല്ല നമ്മളാരും. ഷഹാദത്ത് സത്യസന്ധമായിട്ടാണ് എങ്കിൽ അതിൽ ഒന്നാമത്തെ സാക്ഷ്യമതാണ് അല്ലാഹുവല്ലാതെ ഇലാഹില്ല, റസൂൽ അവന്റെ റസൂലാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് പറഞ്ഞെങ്കിൽ സത്യം തന്നെ, റസൂല് പറഞ്ഞെങ്കിൽ സത്യം തന്നെ. എന്തേ അതിന്റെ രഹസ്യം അല്ലാഹു അഅലം, എനിക്കറിയില്ല, എനിക്കൊരുപാട് പരിമിതികളുണ്ട്. ഈ പരിമിതി അംഗീകരിക്കലും അല്ലാഹു റസൂലും പഠിപ്പിച്ചതിന്റെ വസ്തുതയെ, സത്യസന്ധതയെ അംഗീകരിക്കും തന്നെയാണ് ഈമാനിന്റെ അടിസ്ഥാന ഭാഗം എന്നത്. നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ട്, നമ്മുടെ കാതിന് പരിമിതിയുണ്ട്,
കയ്യിലും കാലിനും പരിമിതിയുണ്ട് എങ്കിൽ നമ്മുടെ ചിന്താശേഷിക്ക്, ബുദ്ധിക്ക്, യുക്തിക്ക് തീർച്ചയായും പരിമിതിയുണ്ട്. എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നും ലോകത്തില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനങ്ങ് പോകാമെന്നല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ കണ്ണിന് മിനിമം ലിമിറ്റുമുണ്ട്, മാക്സിമം ലിമിറ്റുമുണ്ട്. അതുകൊണ്ട് എന്റെ കണ്ണിൽ കണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും, അല്ലാത്ത ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ അവൻ അംഗീകരിക്കണ്ട എന്നല്ലാതെ മറ്റൊന്നുമില്ല. അവൻ കണ്ടതിനേക്കാൾ ഏറെ കാണാത്താണ് ലോകത്തുള്ളത്. അവന്റെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളൊന്നും ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കണ്ട എന്നല്ലാതെ അങ്ങനെ ശബ്ദമില്ല എന്ന് പറയാൻ കഴിയുമോ? അവന്റെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന ലിമിറ്റ് മിനിമം ലെവലിലുമുണ്ട്, മാക്സിമം ലെവലിലുമുണ്ട്. അതിനപ്പുറത്തേക്കോ ശബ്ദം കേൾക്കാനൊന്നും അവന് കാതുകൊണ്ടാവില്ല. അവന് കേൾക്കാൻ കഴിയാത്തത് കേൾക്കാൻ കഴിയുന്ന ഇതിലെ ജീവികൾ പോലും ലോകത്തുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്തത് കാണുന്ന ജീവികൾ, നമുക്ക് കേൾക്കാൻ കഴിയാത്ത കേൾക്കുന്ന ജീവികൾ എല്ലാം ലോകത്തുണ്ട്. നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നമ്മുടെ ലിമിറ്റേഷനാണ്, നമ്മുടെ പരിമിതിയാണ്. നമുക്കത്രയേ ഉള്ളൂ. എങ്കിൽ എന്റെ ബുദ്ധിക്കുമുണ്ട് ആ പരിമിതി. എന്റെ യുക്തി കൊണ്ട് ബോധ്യമായെങ്കിൽ ഇസ്ലാമിനെ ഏത് കാര്യവും അംഗീകരിക്കുമെന്നാണെങ്കിൽ അവൻ നഷ്ടമെന്നല്ലാതെ മറ്റൊന്നുമില്ല. ഇസ്ലാമിനെ എല്ലാ കാര്യത്തിലും ചിന്തിക്കാനും ആലോചിക്കാനും അല്ലാഹു തആല ആവശ്യപ്പെട്ടിട്ടില്ല, അനുവദിച്ചിട്ടില്ല. അത് ചിന്തിക്കാനും ആലോചിക്കാനും അനുവാദമുള്ള മേഖലയുണ്ട്, അല്ലാത്ത മേഖലയുണ്ട്. ഇബാദത്തുകളിൽ ചിന്തിക്കാൻ വകുപ്പില്ല, വഹീന്റെ വിഷയങ്ങളിൽ ചിന്തിക്കാൻ വകുപ്പില്ല. ചിന്തിക്കാൻ പറഞ്ഞത് പ്രാപഞ്ചികമായ അത്ഭുതങ്ങളെ, റബ്ബിന്റെ സൃഷ്ടിപ്പുകളെ, അവരിവിടെ സംവിധാനിച്ച സംവിധാനങ്ങളെ പറ്റി ആലോചിച്ച് അതിൽ നിന്ന് പടച്ച റബ്ബിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യമാവുക, അതാ ചിന്തിക്കാൻ പറഞ്ഞതൊക്കെ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് തുടങ്ങിയ ആയത്തുകൾ. ആകാശത്ത് നോക്കുന്നില്ലേ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? പർവ്വതങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് നാട്ടപ്പെട്ടത്? ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് ഇവിടെ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ചിന്തിക്കാൻ പറഞ്ഞത്. എന്നിട്ട് എന്താ ചിന്തിച്ചത് കിട്ടേണ്ടത്? ഇതൊക്കെ സട്ടാവുണ്ട്, ഇതൊന്നും കേവലം യാദൃച്ഛികമായി ഉണ്ടായതല്ല. ഒരു സൃഷ്ടിച്ചവൻ, ഒരു നിയന്ത്രിക്കുന്നവൻ, ഒരു പരിപാലകൻ ഇല്ലാതെ ഇതൊന്നും ഇത്ര കൃത്യമായി വ്യവസ്ഥാപിതമായി നിൽക്കുകയില്ല എന്ന് ബോധ്യമായി സുബ്ഹാനക ഫഖിന അദാബന്നാർ എന്ന മനസ്സിലേക്ക് മടങ്ങാനാണ് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അവർക്ക് നാം ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കും. ചക്രവാളങ്ങളിൽ സ്വന്തം ശരീരത്തിന് പോലും ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കും. ശരീരത്തെ പറ്റി ചിന്തിക്കാം, നമ്മുടെ സംവിധാനങ്ങൾ, ശരീരത്തിന്റെ അത്ഭുതങ്ങൾ ചിന്തിക്കാം, പഠിക്കാം. അതൊക്കെ ചിന്തിച്ചും പഠിച്ചും ബോധ്യമാകുമ്പോൾ അവന് ഉള്ളുന്ന് വരുന്ന മനോഭാവമാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില. റബ്ബേ, ഇതൊന്നും നീ വൃഥാവിൽ ഉണ്ടാക്കിയതല്ല, ഒന്നുമില്ലാതെ ബാത്തിലായി നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഫഖിന അദാബന്നാർ. അതിലേക്കാണ് മനുഷ്യന്റെ ചിന്ത എത്തിക്കേണ്ടത്. അല്ലാതെ സുബഹി നിസ്കാരം എന്താ 2 റക്അത്തായത്, ളുഹർ എന്താ 4 ആയത്, അസ്ർ എന്താ 4 ആയത്, മഗ്രിബിന്റെ 3 ആയത് ചിന്തിച്ചൊരു പിടുത്തം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ രംഗത്ത് ചിന്തിക്കാൻ അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്തേ സുബഹി 2? ഒറ്റ ഉത്തരമേ ഉള്ളൂ, അല്ലാഹ് 2 നിശ്ചയിച്ചത്. എന്തേ ളുഹർ 4 ആയി? അല്ലാഹ് അങ്ങനെ നിശ്ചയിച്ചത്. എന്തേ വെള്ളിയാഴ്ച മാത്രം ജുമുഅയായി ളുഹർ ഇല്ല, അന്ന് 4 ഇല്ല 2 റക്അത്തായി? അല്ലാഹു റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതിന് വേറെ ഉത്തരമില്ല. ആയിഷ ബിബിയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് സംശയം ചോദിക്കുന്നു. എന്താണ് ആർത്തവ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിച്ചു വിട്ടാൻ പറയുന്നില്ല, നോമ്പ് നോറ്റ് വിട്ടാൻ പറയുന്നു, എന്താ ഇത് ഇങ്ങനെ എന്നാ ചോദ്യം. നിസ്കാരം നിസ്കരിച്ചു വിട്ടാൻ പറഞ്ഞില്ല, നോമ്പാകട്ടെ നോറ്റ് വിട്ടുകയും വേണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ആയിഷ ബിബി തിരിച്ചു ചോദ്യം ചോദിച്ചു, അഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയ വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഖവാരിജുകൾക്കാണ് ഹറൂറിയ എന്ന് പറയുക. ഹറൂറ എന്ന സ്ഥലത്താണ് അവർ ക്യാമ്പ് ചെയ്തതും ആ ഹറൂറയിലാണ് അവർ ആദ്യമായി ഒത്തുകൂടിയതും എന്നതുകൊണ്ടാണ് ഹറൂറികൾ എന്ന് അവർ അറിയപ്പെടാറുണ്ട്. അവരെപ്പോഴും യുക്തിക്ക് പ്രമാണങ്ങളെക്കാൾ ഏറെ പ്രാമുഖ്യം നൽകുന്നവരാണ്. യുക്തി കൊണ്ട് ബോധ്യമായെങ്കിലേ അവർ അംഗീകരിക്കും പ്രമാണത്തെ. അത് ഹറൂറികളുടെ പ്രത്യേകത. അത് ആയിഷ ബിബി തിരിച്ചു ചോദിച്ചത്, അഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയ ഗണത്തിൽപ്പെട്ടവരാണോ? അവർ പറഞ്ഞു, അല്ല, ലസ്തു ബിഹറൂറിയ വലാകിന്നി അസ്അൽ, ഞാൻ ഹറൂറിയത്തൊന്നുമല്ല, ഞാൻ പഠിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ആയിഷ ബിയുടെ മറുപടി, എങ്കിൽ അതിനുള്ള മറുപടി ഇതാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് അങ്ങനെയാണ് കൽപ്പിച്ചത്. അതാ മറുപടി. കുന്നാ നുഅ്മറു ബിഖളാഇ സിയാം
വലാൻ ഉമർ ബിഖലാഇസ് സ്വലാം, നോമ്പ് നോറ്റുവിട്ടാൻ ഞങ്ങളോട് കൽപ്പിച്ചു, നിസ്കാരം നിസ്കരിച്ചു വിട്ടാൻ കൽപ്പിച്ചില്ല. അതെന്നെ മറുപടി, വേറെ മറുപടി ഒന്നുമില്ല. നബി അങ്ങനെ പറഞ്ഞു. അതെന്തേ അങ്ങനെ? അല്ലാഹു അഅലം, നമുക്കറിയേണ്ട കാര്യമില്ല. റുക്കൂഇൽ കുനിയാൻ പറഞ്ഞു, സുജൂദിൽ തല നിലത്ത് വെക്കാൻ പറഞ്ഞു. എന്താ ഇനി വ്യത്യാസം ഇങ്ങനെ? അത് ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. നരക സ്വർഗത്തിന്റെ സംവിധാനത്തെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ല. മീസാനും ഹിസാബും അദാബും നഈമും ഒന്നും ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് പ്രാപഞ്ചികമായ വ്യവസ്ഥകളെ, ഈ സൃഷ്ടിപ്പിലെ മഹത്വങ്ങളെ അത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് ഇതിന് പിന്നിൽ ഒരു സട്ടാവുണ്ട് എന്ന് ബോധ്യമായി ആ സട്ടാവിലേക്ക് മടങ്ങി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് ചിന്തിക്കാൻ പറഞ്ഞത്. ആ അല്ലാഹ് ഇലാഹാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അല്ലാഹ് എന്തു പറഞ്ഞാലും അതെല്ലാം അംഗീകരിക്കുന്നു. ആ റബ്ബ് നിയോഗിച്ച ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ നബി തങ്ങൾ എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കുന്നു. അല്ലാതെ എന്താ നബി അങ്ങനെ പറഞ്ഞത്, എന്റെ ഹദീസ് അങ്ങനെ ആയത്, എന്റെ ഈ ഹദീസ് ഇങ്ങനെ ആയത്, ആ വക ചോദ്യങ്ങളില്ല. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും പരിമിതിയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് അതിനുള്ള പ്രതിവിധികൾ. അതാണ് ഇബ്രാഹിം നബിയുടെ മാതൃക. മകനെ അറുക്കണം എന്ന് എന്താ റബ്ബെ, 90 വയസ്സിലുണ്ടായ കുട്ടിയാണ്, ആ കുട്ടി അറുക്കാനാണോ കൽപ്പിക്കുന്നത്? ചിന്തിച്ചിട്ടില്ല. അത്രയും കാലം മക്കളില്ലാതെ പരീക്ഷിക്കപ്പെട്ട് 90 വയസ്സ് പ്രായമാകുമ്പോഴാണ് ഇബ്രാഹിം നബിക്ക് സന്താനം ഉണ്ടാകുന്നത്. എത്ര പ്രതീക്ഷയോടാണ് ആ സന്താനത്തെ വളർത്തിയെടുക്കുക. ആ മകൻ വളർന്നു വലുതായി തന്റെ കൂടെ ഓടി നടക്കാൻ പ്രായമാകുമ്പോഴാണ് സ്വപ്നം കാണുന്നത് ആ മകൻ അറുക്കണം. എന്തെല്ലാം ചിന്തിക്കാൻ റബ്ബേ, എന്നാ പിന്നെ മകനെ തരാതെ പോരായിരുന്നുവോ? എന്തിനാ തന്നത്? ഇത്രയും കാലം തരാതെ ഈ 90 വയസ്സിൽ കുട്ടിയെ തന്നിട്ട് ആ കുട്ടി അറുക്കാനാണ് റബ്ബേ? ഇല്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. എന്താണോ പടച്ചോൻ കൽപ്പിച്ചത് അത് നടപ്പാക്കാൻ തയ്യാറായി. ഓ ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി ഖിയാമത്ത് വരെയുള്ള മനുഷ്യന്മാരെ കൊണ്ട് അത് ഓദിപ്പിച്ചു. അല്ലാഹ് ഇബ്രാഹിം ഇസ്ലാം കടമ പൂർത്തിയാക്കിയത് പഠിച്ചോ അംഗീകരിക്കാൻ മാത്രമല്ല, ഇബ്രാഹിം നബിക്കും ശേഷം ആയിരക്കണക്കായ കൊല്ലങ്ങൾ കഴിഞ്ഞു വന്ന മുഹമ്മദ് നബിക്ക് കൊടുത്ത ഈ കിതാബിൽ അല്ലാഹ് ആയത്തായി ഇറക്കി ഖിയാമത്ത് വരെയുള്ള മുസ്ലിമീങ്ങൾ ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇബ്രാഹിം അല്ലദീ വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് നമ്മളെ കൊണ്ട് അല്ലാഹു തആല ആവർത്തിച്ച് ഓദിപ്പിക്കാൻ മാത്രമുള്ള അംഗീകാരം പടച്ച റബ്ബ് നൽകി. ആ സമർപ്പണത്തിൽ, അതാണ് സമർപ്പണം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹ് പറഞ്ഞു നീ സമർപ്പിക്കണം, നീ കീഴൊതുങ്ങണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ആ ഒരു പാഠം സഹോദരങ്ങളെ നമ്മളും ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോന്നുമായി വരും. ഇസ്ലാമിലെ ഓരോ അധ്യാപനം എടുത്ത് സോഷ്യൽ മീഡിയ കാലഘട്ടങ്ങളിൽ നമുക്ക് പേഴ്സണലായി അയച്ചു തന്ന് എന്താ ഇതിങ്ങനെ, എന്താ അതങ്ങനെ, എന്താ ഇസ്ലാമിൽ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്ക് ഈമാൻ തെറ്റി വസ്വാസായി പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയൊന്നും എന്തും എവിടെയും പോയി എല്ലാം തന്റെ യുക്തിക്ക് യോജിക്കുമെങ്കിൽ മാത്രം സ്വീകരിക്കുക എന്ന നിലപാടല്ല. ലോകത്ത് അങ്ങനെ പഴിച്ചുപോയ ധാരാളം സംഘങ്ങളുണ്ട്. മുഅ്തസിലിയാക്കൾ ഏറ്റവും വലിയ ഉദാഹരണമാണതിന്. എല്ലാം അവനവന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയിട്ട് അവസാനം അവർക്ക് പറയേണ്ടി വന്നു ഹദീസ് ആവശ്യമില്ല എന്നിടത്തേക്ക്. തുച്ഛം ഹദീസുകൾ മാത്രമാണ് അവർ അംഗീകരിച്ചത്. മീസാനില്ല, സിറാത്തില്ല, ഖബർ ശിക്ഷയില്ല തുടങ്ങി എന്തെല്ലാം വാദങ്ങളാണ് പിന്നീട് അവർക്ക് പറയേണ്ടി വന്നത്. കാരണം അവർ ആലോചിക്കുമ്പോ മീസാൻ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ അമലുകൾ തുലാസിൽ തൂക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മുഅ്തസിലിയാക്കൾ ചോദിച്ചു, എങ്ങനെയാണ് അമല് തൂക്കുക? ഒരു വസ്തുവല്ലേ തൂക്കാൻ പറ്റുള്ളൂ? വേണ്ട നിസ്കാരം എടുത്തിട്ട് തുലാസിലേക്ക് വെക്കാൻ കഴിയുമോ? ഒരാളുടെ സൽസ്വഭാവം തുലാസിലേക്ക് വെക്കാൻ കഴിയുമോ? ഒരു വസ്തുവല്ലേ തൂക്കം കണക്കാക്കാൻ പറ്റുക? അതുകൊണ്ട് അങ്ങനെ തൂക്കമൊന്നുമില്ല. അപ്പൊ തൂക്കമുണ്ടെന്ന് പറയുന്ന ഹദീസുകളെല്ലാം നിഷേധിച്ചു. ആ ഹദീസൊന്നും ശരിയല്ല. ആയത്തിൽ പറഞ്ഞതിനെല്ലാം മറ്റൊരു വ്യാഖ്യാനങ്ങൾ നൽകി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ് മീസാന് കനം കൂടിയാൽ, മീസാന് കനം കുറഞ്ഞാൽ എന്നൊക്കെ ഖുർആനിലുണ്ട്. അതിനെല്ലാം ചില വ്യാഖ്യാനങ്ങൾ കണ്ടെത്തി ആലങ്കാരിക പ്രയോഗമാണെന്ന് പറഞ്ഞു. ഹദീസിൽ വ്യക്തമായി പറഞ്ഞു ആകാശഭൂമികൾ അതിലേക്ക് വെക്കാൻ കഴിയും, അതിപ്പോ ഏറ്റവും നിസ്സാരമായതും വെക്കാൻ പറ്റും. അതാണ് മീസാന്റെ പ്രത്യേകത. ദുനിയാവിലെ തുലാസ് ചെറിയത് വെക്കാൻ പറ്റുന്ന തുലാസ് വലുത് വെക്കാൻ പറ്റൂല. വലിയത് വെക്കാൻ പറ്റുന്നിടത്ത് ചെറുതും വെക്കാൻ കഴിയില്ല. നബി തങ്ങൾ പറഞ്ഞു
മിസ്കാലു ദർറ, ഒരു അണു അളവോളമുള്ളത് ആ തുലാസിൽ തൂക്കാൻ കഴിയും. എന്നാൽ ആകാശഭൂമികൾ ഒന്നാകെ വേണമെങ്കിൽ അതും തൂക്കാൻ കഴിയുന്ന മീസാനാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷേ അത് അവിടെ യുക്തി കൊണ്ട് ചിന്തിച്ചപ്പോൾ മനസ്സിലാകുന്നില്ല, അതില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടി വന്നു. ഖബർ ശിക്ഷയെ നിഷേധിച്ചവർ, കാരണം ഖബർ ജീവിതം കഴിഞ്ഞ് പരലോകത്ത് വന്ന് മഹ്ശറിലെത്തി വിചാരണ കഴിഞ്ഞ് അള്ളാഹു തആല പുറത്തു കൊടുക്കുമോ ഇല്ലേ എന്ന് മനസ്സിലാക്കി അങ്ങനെ പുറത്തു കൊടുക്കില്ല തീരുമാനം വന്ന് നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ച് നരകത്തിലേക്ക് എത്തിയിട്ടല്ലേ ശിക്ഷിക്കപ്പെടുക. അതിന് വിരുദ്ധമാണ് ഖബർ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഖബർ ശിക്ഷയില്ല എന്ന് പറഞ്ഞവരാണ് മുഅ്തസിലിയാക്കൾ. അപ്പൊ ഖബർ ശിക്ഷയുണ്ട് എന്ന ഹദീസുകൾ ധാരാളം കാണാം. ഖബർ ശിക്ഷയിൽ നിന്ന് നിബിധങ്ങൾ കാവലത്തേടിയ പ്രാർത്ഥനകൾ കാണാം. ആ ഹദീസ് ഒന്നും സ്വീകാര്യമല്ല. എന്റെ കാരണം തങ്ങളുടെ യുക്തിക്ക് ആ തത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇങ്ങനെ നിഷേധിച്ച് എല്ലാം നിഷേധിച്ചു. ഇസ്ലാത്ത് ബാൽ നിഷേധിച്ചു, കറാമത്തുകൾ നിഷേധിച്ചു. കറാമത്ത് നിഷേധിച്ചവരാണ് മുഅ്തസിലിയാക്കൾ. കറാമത്ത് എന്ന ഒന്നില്ല എന്നാണ് അവരുടെ വാദം. മുഅ്ജിസത്ത് മാത്രമേ ഉള്ളൂ, കറാമത്തില്ല, സിഹറില്ല, കണ്ണേറില്ല. ഇങ്ങനെ തുടങ്ങി പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടു വന്ന ഒരുപാട് കാര്യങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയ്ക്ക് അവരെത്തിയത് യുക്തിക്ക് പ്രാമുഖ്യം നൽകുകയും തന്റെ യുക്തിക്ക് ബോധ്യമായെങ്കിൽ സ്വീകരിക്കുമെന്ന നിലപാട് എടുക്കുകയും ചെയ്തപ്പോഴാണ്. ഇന്നും അത് വ്യാപകമായി അത്തരം ചില ചിന്താഗതികൾ പ്രചരിപ്പിക്കപ്പെടുന്നുവെങ്കിൽ നമുക്ക് പഠിക്കേണ്ട പാഠം ഇബ്രാഹിം നബിയുടെ മാതൃകയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനിൽ ഞാൻ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു, ആ റബ്ബിനെ കീഴ്പ്പെട്ടിരിക്കുന്നു. എന്റെ ഷഹാദത്ത് അവനല്ലാതെ ഇലാഹില്ല എന്നാണ്. എന്റെ ഷഹാദത്ത് മുഹമ്മദ് നബി റസൂലാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഷഹാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ആ നബി തങ്ങൾ പറഞ്ഞോ സത്യമാണ്, ആ റബ്ബ് അറിയിച്ചുവോ സത്യമാണ്. അത് എല്ലാത്തിന്റെയും രഹസ്യങ്ങളും എല്ലാത്തിന്റെയും അതിന്റെ തത്വങ്ങളുമൊക്കെ അറിയാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. ഇത് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അതിനുള്ളൂ, അല്ലാത്ത അഹങ്കാരമാണ്. ഇന്നത്തെ പത്രം വായിച്ചാൽ ഇന്നത്തെ പത്രത്തിൽ വന്ന എല്ലാ വാർത്തയും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സാധുക്കളാണ് നമ്മളൊക്കെ. ഇന്നത്തെ പത്രം എടുത്തിട്ട് ആ പേപ്പറിൽ വന്ന മുഴുവൻ ന്യൂസും മനസ്സിലായി എന്ന് പറയാൻ നമുക്ക് ആർക്കാൻ പറ്റുക? അത്രയും നമുക്കൊക്കെ കഴിവും ഇതൊക്കെ ഉള്ളൂ. അത് വ്യത്യസ്തമാണ്. ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് നമ്മുടെ മക്കൾക്ക് മനസ്സിലാവും. മൊബൈൽ ഫോൺ നോക്കി നമുക്ക് തിരിയാത്ത കാര്യങ്ങൾ മക്കൾ ചെയ്തരും. അതങ്ങനെ തന്നെയാണ്. മനുഷ്യൻ ഇടപെടുന്നതിനനുസരിച്ച് അവന്റെ ജീവിത പരിചയങ്ങൾക്കനുസരിച്ച് അവന്റെ അറിവിലും കഴിവിലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ അനുസരിച്ച് പ്രമാണങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഈമാൻ തെറ്റിപ്പോകുമെന്നല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് വിശ്വാസികളുടെ നിലപാട് അല്ലാതെ നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കാന്നുള്ളതല്ല. മുനാഫികളെ പറ്റി പറഞ്ഞപ്പോഴാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത് അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ, തീർപ്പ് കൽപ്പിക്കാൻ, വിധി കൽപ്പിക്കാൻ, കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങൂ എന്ന് പറയപ്പെട്ടാൽ ഒരു വിഭാഗം ആളുകളതാ തിരിഞ്ഞു പോവുകയാണ്. അന്നത്തെ കപടന്മാരെ പറ്റി അല്ലാഹുവിന്റെ ആയത്താണ്. കിതാബിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞു പോകുന്നു. എന്നിട്ടോ എന്നാൽ ഹക്ക് അവർക്ക് അനുകൂലമാണെങ്കിൽ അവരതിലേക്ക് ആവേശപൂർവ്വം വരികയും ചെയ്യുമെന്നാണ്. അവർക്ക് പറ്റിയ വിഷയമാണ്, അവർക്ക് താല്പര്യമുള്ള കാര്യമാണ്. അവിടെ ആയത്തോതാനും ഹദീസോതാനൊക്കെ അവരുണ്ടാകും. ഖുർആൻ അങ്ങനെയല്ലേ, ഹദീസ് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ആ ആയത്തും ഹദീസൊക്കെ എടുക്കാൻ വലിയ ആവേശമാണ്. ഒരു ആയത്തിൽ പറഞ്ഞ കാര്യം, ഒരു ഹദീസിൽ പറഞ്ഞ കാര്യം നമുക്ക് ഇഷ്ടമുള്ളതല്ല, നമുക്ക് തലിക്കാൻ ദുനിയാവിൽ അതുകൊണ്ട് നഷ്ടങ്ങൾ വരാനുണ്ട് എങ്കിൽ അവിടെ ആയത്തിനെയും ഹദീസിനെയും മാറ്റിവെക്കാനും അവർക്ക് മടിയൊന്നുമില്ല എന്നാണ് അവരെ പറ്റി അല്ലാഹു പറഞ്ഞ ശേഷം അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫീ ഖുലൂബിഹിം മറദുൻ, എന്തു പറ്റി അവർക്ക്? അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടോന്നാണ്, അവരുടെ ഖൽബിന് രോഗമുണ്ടോ? ഇതല്ല അമിർതാബു, അതോ അവർക്ക് സംശയമാണോ? ബോധ്യമായിട്ടില്ലേ? അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമായിട്ടില്ലേ? റസൂലിനെ കുറിച്ച് ബോധ്യമായിട്ടില്ലേ? ഇസ്ലാം സത്യമാണ് എന്ന് ബോധ്യമായിട്ടില്ലേ? സംശയമാണോ അവർക്ക്? അതുമല്ലെങ്കിൽ അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹും റസൂലും അവരോട് വല്ല ചതിയും പ്രയോഗിക്കുമെന്ന വല്ല ഭയപ്പാടുണ്ടോ അവർക്ക് എന്നാണ് പടച്ചോൻ ചോദിക്കുന്നത്. അല്ലാതെ ബോധ്യമുള്ളവന്റെ നിലപാടല്ല ഈ നിലപാട് എന്നർത്ഥം.
ശേഷം അല്ലാഹ് പറഞ്ഞു മുഅ്മിനീങ്ങളെ വാക്കതൊന്നുമല്ല. അള്ളാഹുലേക്ക് വിളിക്കപ്പെട്ടാൽ, റസൂലിലേക്ക് വിളിക്കപ്പെട്ടാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, അവരുടെ നിലപാട് ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നുവെന്ന് പറയലാണ് മുഅ്മിനീങ്ങളുടെ നിലപാട്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിക്കുന്നവർ. ആ വിജയം സഹോദരങ്ങളെ നമുക്ക് ലഭിക്കണം. അതുകൊണ്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ചുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ന്യായവുമില്ല. ഒരു ദുർന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മറികടക്കാൻ പരിശ്രമിക്കുന്നില്ല. അത് പൂർണ്ണ മനസ്സോടെ, മനസ്സാ വാച കർമ്മണ, അത് അംഗീകരിച്ച് അതിന് വിധേയപ്പെടുക. അതാണ് ഷഹാദത്തിന്റെ പൂർണ്ണത. അതാണ് മുഅ്മിനീങ്ങൾ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ എന്ന് പറഞ്ഞ വിജയികളിൽ ഉൾപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെ കീഴ്പ്പെടുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ മാതൃക കാണിച്ചവരാണ് സ്വഹാബിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും എന്തിനാണ് എന്ന് പോലും ആലോചിക്കാതെ അത് അതേപടി മാതൃകയാക്കി പകർത്തിയവരായിരുന്നു അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിക്ക് വിവരം നൽകുന്നു, നബിയെ, താങ്കളുടെ ചെരുപ്പിന് താഴെ ഒരു മാലിന്യമുണ്ട്. അവർ ചെരുപ്പിട്ടാണെന്ന് പള്ളിയിൽ നിസ്കരിക്കാറുള്ളത്. ഇന്നത്തെ പോലത്തെ പള്ളികളല്ല, മണലാണ്, പുറത്തും മണലാണ്, ഉള്ളിലും മണലാണ്. അപ്പൊ ചെരുപ്പിട്ട് കൊണ്ടാണ് അവർ നിസ്കരിക്കാറുള്ളത്. ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് നബിതങ്ങൾ. ജൂതന്മാർ ചെരുപ്പിട്ട് നിസ്കരിക്കാറില്ല, നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിക്കുക എന്ന് പോലും പ്രവാചകൻ പറഞ്ഞ ഹദീസുകൾ കാണാൻ കഴിയും. ഒരിക്കൽ നിസ്കാരത്തിലാണ് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകുന്ന നബിയെ, ചെരുപ്പിന് താഴെ മാലിന്യമുണ്ട്. അപ്പൊ നബിതങ്ങൾ തന്റെ നിസ്കാരത്തിൽ തന്നെ ചെരുപ്പ് അഴിച്ചു വെച്ചു. പിറകെയുള്ള സ്വഹാബിമാർ നബിതങ്ങൾ ചെരുപ്പഴിക്കുന്നതാ കാണുന്നത്. മറ്റൊന്നും ആലോചിച്ചില്ല, എല്ലാവരും ചെരുപ്പഴിച്ചു വെച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവരുടെയും സൈഡിൽ തന്റെ ചെരുപ്പ് നബിച്ച്, എന്തു പറ്റി, നിങ്ങൾക്ക് ചെരുപ്പഴിച്ചു വെച്ചു? ഒന്നുമല്ല നബിയെ, നിങ്ങൾ അഴിച്ചത് കണ്ടു, അപ്പൊ ഞങ്ങളും അഴിച്ചതാണ്. മറ്റൊന്നും ആലോചിച്ചിട്ടില്ല. നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ അഴിക്കാൻ കാരണം ഇതാണ്, എനിക്ക് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് വിവരം നൽകി, ചെരുപ്പിനടിയിൽ മാലിന്യമുണ്ട്, അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ്. അത്രയേറെ നബിതങ്ങൾ ചെയ്താൽ പിന്നെ അത് എന്തായിരിക്കും ചെയ്യാൻ കാരണമെന്ന് പോലും ആലോചിക്കാതെ അത് അതേപടി ജീവിതത്തിൽ പാലിക്കുന്നു. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ സ്വഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുത്തു. ബൈനമാ റജുലുൻ യസൂഖ് ബഖറ ഇദ് റകിബഹ ഫളറബഹ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മനുഷ്യൻ തന്റെ പശുവുമായി ഇങ്ങനെ പോവുകയാകുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഇയാൾ നടന്ന് ക്ഷീണിച്ചപ്പോ ഇയാൾക്ക് തോന്നി, ഞാൻ എന്താ നടക്കുന്നത്, പശുവിനെ മേലെ കയറിയിരുന്നാൽ മതിയല്ലോ. ഇയാൾ പശുവിനെ പുറത്ത് കയറി. അങ്ങനെ പശുവിനെ പുറത്തിരുന്ന് ഇയാൾ തന്റെ വടിയെടുത്ത് പശുവിനെ അടിച്ചു, വേഗത്തിൽ നടക്കാൻ വേണ്ടി. അപ്പോൾ പശു ഇയാൾക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നാലം നുഖ്ലഖ ലിഹാദാ, ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് യാത്രാ വാഹനമാകാൻ വേണ്ടിയല്ല, ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് കൃഷിക്കാണ്, കാർഷിക ആവശ്യങ്ങൾക്കാണ്, പാലിനു വേണ്ടിയാണ്, അല്ലാതെ ആളുകൾക്ക് പുറത്തു കയറി സഞ്ചരിക്കാൻ വേണ്ടി അല്ല ഞങ്ങളെ പഠിച്ചോൻ സൃഷ്ടിച്ചത് എന്ന് പശു പറഞ്ഞുവെന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക. സഹാബിമാർ ഒന്നിറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലമു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പടച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്, ഒരു പശു സംസാരിക്കുന്നുവല്ലേ. അതാണ് അവിടെ ആ നിലപാട്.
നബി തങ്ങൾ പറഞ്ഞു ആമൻതു ബിഹി വ അബൂബക്കർ വ ഉമർ, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബും അംഗീകരിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരപ്പ സദസ്സിൽ ഇല്ലാന്ന്. അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് അവിടെ ഇല്ല. നബി തങ്ങൾ പറഞ്ഞു ഞാൻ അംഗീകരിച്ചു, അബൂബക്കർ ഉമറും അംഗീകരിച്ചു. കാരണം എന്താ, അവർക്ക് പിന്നെ വേറെ ആലോചിക്കാനില്ല. നബിക്ക് വഹി കിട്ടിയതാണ്, നബിക്ക് വഹി കിട്ടി, നബി അംഗീകരിച്ചു. ആ വഹി പറയാൻ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, സുഹൈബത്ത് അംഗീകരിച്ചു. അപ്പൊ സദസ്സ് ഇല്ലാത്ത രണ്ടുപേരെ പറ്റി നബി തങ്ങൾ പറയാം അവരും അംഗീകരിച്ചിരിക്കുന്നു. നബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചോദിക്കും എന്താ നബി അങ്ങനെ പറയാന്, ഒരു പശു സംസാരിക്കുമോ? ആ ചോദ്യമില്ല. നബിയാണ് പറഞ്ഞത് എങ്കിൽ സത്യമാണ്. എത്ര സംഭവങ്ങൾ! നബിതങ്ങൾ പറയുന്ന ഏതു കാര്യവും മറ്റൊന്നും ആലോചിക്കാതെ അംഗീകരിക്കാൻ അവർക്ക് പ്രചോദനമായത് ഷഹാദത്താണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്, ഞാൻ സാക്ഷിയാണ്. അത് അംഗീകരിച്ചാൽ പിന്നെ പ്രയാസമൊന്നുമില്ല. നബിതങ്ങൾ മിഅ്റാജ് യാത്ര പോയിട്ടല്ലേ സിദ്ദീഖ് അല്ലാഹുവിനോട് വന്ന് മുശ്രിക്കുകൾ ചോദിച്ചത്? രാത്രി നബി അവിടെയുണ്ട്, രാവിലെയും നബിതങ്ങൾ അവിടെയുണ്ട്. ആ പ്രവാചകർ രാവിലെ പറയുന്നു ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മഖ്ദസിലേക്ക് പോയി, അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പോയി, നരക സ്വർഗം വരെ കണ്ടു, ആകാശങ്ങൾ കടന്നുപോയി, അള്ളാഹുമായി സംസാരിച്ചു, നേരം അതിനു മുമ്പ് തിരിച്ചെത്തി എന്ന വിവരം പറയുമ്പോൾ മക്കത്തെ മുസ്ലിക്കീങ്ങൾ വിചാരിച്ചു എന്താ ഈ മുഹമ്മദിന്റെ കഥ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തി. ഇതേതായാലും വിശ്വസിക്കാൻ ഒരാളെയും കിട്ടുകയില്ല. ഇതൊരു പറ്റിയ അവസരമാണ്. ഇയാളെ കൂടെ കൂടിയ ആളുകളെ പിന്തിരിപ്പിക്കാൻ, വസ്വാസാക്കാൻ നല്ലൊരു ചാൻസ് ആണെന്ന് കരുതിയിട്ടാണ് അവൻ നേരെ അബൂബക്കർ സിദ്ദീഖിനെ കാണുന്നത്. ഇത് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ കൂട്ടുകാരന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും നിനക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ? അപ്പൊ എന്തേച്ചോ പറഞ്ഞു, നീ അറിഞ്ഞില്ലേ ഇപ്പൊ എന്തെല്ലാം പറഞ്ഞു? ഇന്നിപ്പോ രാവിലെ പറഞ്ഞ വാർത്ത ഇതാണ്, ഇന്നലെ രാത്രി ഫലസ്തീനിൽ പോയത്രേ, അവിടുന്ന് ആകാശലോകത്തേക്ക് പോയത്രേ, നേരം വെളുക്കുമ്പോഴേക്ക് തിരിച്ചു വന്നു പറയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. സിദ്ദീഖിന്റെ ചോദ്യം എന്റെ നബി അങ്ങനെ പറഞ്ഞോന്നാ. എന്റെ നബി അങ്ങനെ പറഞ്ഞോ? അതെ പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന്റെ മറുപടി എന്റെ പ്രവാചകൻ അത് പറഞ്ഞെങ്കിൽ സത്യം തന്നെയാകുന്നു. അവൻ അത്ഭുതപ്പെട്ടു പോയി ചോദിച്ചു ഇതും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു എനിക്കെന്താ അംഗീകരിക്കാൻ പ്രയാസം? ആ നബി എന്നോട് പറഞ്ഞത് ആകാശലോകത്തിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നുണ്ട്, വഹയി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ച ആളാ ഞാൻ. എന്ന് എനിക്ക് പിന്നെ നബി ഒന്ന് ആകാശത്ത് പോയി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോന്നാണ്. എത്ര സിമ്പിളാണ് അങ്ങനെ ചിന്തിച്ചാൽ. ആകാശത്തിന് മലക്കിറങ്ങി വന്ന് വഹയി നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് പിന്നെ ആ റസൂൽ ആകാശത്ത് പോയി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്താ പ്രയാസമുള്ളത്? ആ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്താ പ്രയാസമുള്ളത്? ആ റസൂൽ അധ്യാപനം നടത്തിയെന്ന് പറഞ്ഞാൽ അതെന്റെ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഷഹാദത്ത്. ആ നിലപാടിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അല്ലാത്തത്തോളം കാലം നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ ഇന്ന് ബോധപൂർവമുള്ള പരിശ്രമങ്ങളുണ്ട്. പല ആയത്തുകൾക്കും തെറ്റായ അർത്ഥം കൊടുത്തുകൊണ്ട്, പല ഹദീസുകളെയും സന്ദർഭത്തിൽ അടർത്തി മാറ്റിക്കൊണ്ട് അതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് ഇത് അങ്ങനെ ആയത്തുണ്ട്, ഇങ്ങനെ ആയത്തുണ്ട്, ഇങ്ങനെ ഹദീസുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ധാരാളം അത്തരം തെറ്റിപ്പോയ ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതൊക്കെ ബോധവാന്മാരാവുകയും ആരെന്തു പറഞ്ഞാലും ശരി ഒറ്റ ബോധ്യം, അല്ലാഹ് പറഞ്ഞ സത്യമാണ്, റസൂൽ പറഞ്ഞ സത്യമാണ്, ഖുർആൻ സത്യമാണ്, ഹദീസ് സത്യമാണ്. ഇനി അതിൽ എന്താ ഇതിന്റെ രഹസ്യം നമുക്ക് അന്വേഷിക്കാം. ഒരു ഹദീസ് കണ്ടു, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ഹദീസ് സത്യമാണ്, സ്വഹീഹാണോ, സത്യമാണ്. എന്തേ ഇതിന്റെ രഹസ്യം എന്താണ്, ശരിയായ അർത്ഥം എന്താണ്, നമുക്ക് അന്വേഷിക്കാം. വീടുള്ള മനുഷ്യന്മാർ ചോദിക്കാം, ആരോടെങ്കിലും ചോദിച്ചറിയാം. ഒരുപാട് ആൾ ചോദിച്ചു, ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. എന്നാലും ഈ ആയത്ത് സത്യമാണ്. എന്തേ ഉത്തരമില്ലാത്തത്? അവർക്കാർക്കും ഉത്തരം അറിയില്ല. നമ്മൾ ചോദിച്ച ആർക്കും ഉത്തരം അറിയില്ല എന്ന് വിചാരിച്ചാൽ മതി. അതിന് ഉത്തരം പറയാൻ പറ്റിയ ആളുകൾ പക്ഷേ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ലോകത്തുള്ള പല പണ്ഡിതന്മാരും ചോദിച്ചു, ആർക്കും ഉത്തരമില്ല. അതിനർത്ഥം ആയത്തിനെന്തോ കുഴപ്പമുണ്ട് എന്നല്ല, ആ ഹദീസിനെന്തോ പ്രശ്നമുണ്ട് എന്നല്ല. ആ ആയത്തും ഹദീസും സത്യമാണ്, പക്ഷെ അതിന്റെ ശരിയായ അർത്ഥം പറഞ്ഞു തരാൻ പറ്റാവുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരിക്കാം. അല്ലെങ്കിൽ ആളുകൾ ഉണ്ട്, അവരിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലായിരിക്കാം.
അവിടെ ചോദിച്ചറിഞ്ഞ് അന്വേഷണം അത്തരം ആളിലേക്ക് എത്തിയിട്ടുണ്ടാവൂല എന്ന് വിചാരിച്ചാലും മതി. അല്ലാതെ ആർക്കും ഉത്തരം പറയാൻ പറ്റുന്നില്ല, അപ്പൊ ആയത്തെന്തോ കുഴപ്പമുണ്ട് എന്നല്ല. ആയത്ത് ഹക്കാണ്, സത്യമാണ്. അതിന് ഉത്തരത്തിലേക്ക് എത്താൻ എനിക്ക് സാഹചര്യം അനുകൂലമായി വന്നിട്ടില്ല, എനിക്കതിന് സാധിച്ചിട്ടില്ല, എന്റെ അറിവ് അത്രയേ ഉള്ളൂ, എന്റെ അന്വേഷണം അത്രേ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചാലോ ഒരു പ്രയാസവുമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ആക്കി നമ്മൾ അയച്ചു കൊടുക്കും, ഇതിന് ഇപ്പൊ കിട്ടണം ഉത്തരം എന്ന് പറയും. ഒരു പക്ഷെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഉത്തരം കിട്ടുന്നില്ല, ഓ മൂപ്പർക്ക് മറുപടി ഇല്ല, അപ്പൊ ഇതിനെന്തോ പ്രശ്നമുണ്ട്. അല്ല, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ആരുത്തരം പറഞ്ഞു തന്നാലും തന്നില്ലെങ്കിലും നമ്മുടെ ഒന്നാമത്തെ ബോധ്യം അള്ളാഹും റസൂലും പഠിപ്പിച്ചത് മുഴുവൻ സത്യമാകുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇത് നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ ഹദീസുണ്ടോ, എന്താ ഹദീസിന്റെ ശരിയായ അർത്ഥം എന്താണ്, അതിന് നൽകപ്പെട്ട വ്യാഖ്യാനം എന്താണ്, അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. പക്ഷെ ഇത് ആദ്യം തന്നെ സത്യമല്ല എന്ന് ഉറപ്പിച്ചിട്ടല്ല അന്വേഷിക്കാൻ പോകേണ്ടത്. സത്യമായ ബോധ്യമായിട്ടാണ് അന്വേഷണം ആരംഭിക്കേണ്ടതും തുടരേണ്ടതും. ഒരുപക്ഷെ മരിക്കുവോളം നമുക്കതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും ശരി, നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടേണ്ടത് ഇത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള അവസ്ഥയിലാണ്. ആ നിലവാരത്തിലേക്ക് മാറാൻ ശ്രമിക്കുക. ആ ബോധ്യം ഈമാന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.